സെബി ചെയർപേഴ്സണെതിരെ ഹിൻഡൻബർഗിന്റെ പഠന റിപ്പോർട്ട്. അദാനി ഓഫ്ഷോർ ഫണ്ടുകളിൽ സെബി ചെയർപേഴ്സൺ മാധവി ബുജനും ഭർത്താവിനും ഓഹരി സ്വന്തമായി ഉണ്ടായിരുന്നുവെന്നതാണ് കണ്ടെത്തൽ. അദാനി ഗ്രൂപ്പ് ഓഹരി അഴിമതി നടത്തിയത് സംബന്ധിച്ച റിപ്പോർട്ട് കഴിഞ്ഞ വർഷം ഹിൻഡൻബർഗ് പുറത്തുവിട്ടിരുന്നു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അർജുൻ, ഈ സെബി ചെയർപേഴ്സണ് എതിരെ ഹിൻഡൻബർഗിന്റെ പഠന റിപ്പോർട്ട് വരുമ്പോൾ അത് അദാനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളും അതിലെ പരിശോധനയുമായി കൂടി കണക്ട് ചെയ്യപ്പെടുമല്ലോ. ഏത് തരത്തിലാണ് ഇതിന്റെ ഉള്ളടക്കം, മറ്റു വിവരങ്ങൾ? രതീഷ്, ഇത്തവണത്തിൽ ഹിൻഡൻബർഗിന്റെ പഠന റിപ്പോർട്ട് അദാനിയെ കൂടി ഉന്നം വെച്ചത് കൊണ്ടാണ്. നേരത്തെ കഴിഞ്ഞ വർഷം അദാനിക്കെതിരെ പുറത്തുവിട്ട റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെബിയുടെ നടപടികളെല്ലാം തന്നെ മന്ദഗതിയിലായിരുന്നു. മാത്രമല്ല അദാനി ഗ്രൂപ്പിനെതിരെയും അദാനി കമ്പനികൾക്കെതിരെയും നടപടിയെടുക്കാൻ ഈ സെബി തയ്യാറായില്ല. മാത്രമല്ല ഹിൻഡൻബർഗിന് എതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം ഈ സെബി അയച്ചിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ സെബി ചെയർപേഴ്സണായിട്ടുള്ള മാധവി ബുജനും അതുപോലെ തന്നെ ഭർത്താവിനുമെതിരെ ഇത്തരത്തിലൊരു ആരോപണം, ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഈ അദാനി ഗ്രൂപ്പിന്റെ വിദേശ നിഴൽ കമ്പനികളിൽ, ഷെൽ കമ്പനികൾ ഓഹരി ഉണ്ടായിരുന്നു. ആ കമ്പനികൾ ഉപയോഗിച്ചാണ് ഈ ഓഹരിയെല്ലാം പെരുപ്പിച്ച് കാണിച്ച് വലിയ രീതിയിൽ അഴിമതി കാണിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് മുൻകാലങ്ങളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടും അദാനി ഗ്രൂപ്പിനെതിരെ നടപടിയെടുക്കാൻ സെബി മുതിരാതിരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ പഠന റിപ്പോർട്ടിലൂടെ ഹിൻഡൻബർഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. സെബി ചെയർപേഴ്സണും ഭർത്താവിനുമെതിരെയാണ് ഇപ്പോൾ ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിലെ പരാമർശം. അത് അദാനിയുമായി കൂടി ബന്ധിപ്പിക്കുന്ന തരത്തിലാണ് ആ വിവരങ്ങൾ പുറത്തുവരുന്നത്.